10-80 കൊല്ലമായിട്ട് ദൈവത്തിന് ഒരു പ്രയോജനമില്ലാത്ത ചുമ്മാ പട്ടിക്കാട്ടം പോലെ ജീവിക്കുന്ന മനുഷ്യരൊക്കെ ഇന്ന് ദൈവത്തിൻ്റെ സ്വന്തമായി മാറി. വിശ്വാസം കൈമാറി, വിശ്വാസം സാക്ഷീകരിച്ച് ദൈവത്തെ തന്നെ അവരെ കാണുമ്പോൾ എൻ്റെ ദൈവ പൈതലാണെന്ന് ദൈവത്തിന് തോന്നാൻ തുടങ്ങി. അപ്പം അതുകൊണ്ട് പുതിയൊരു ഫോർമേഷനിലേക്കാണ് നമ്മൾ വരണത്, ഫെയ്ത്ത് ഫോർമേഷനിലേക്കാണ് വരണത്. അപ്പം അതുകൊണ്ട് ഇത് ഉടമ്പടിയിൽ മിനിമം എല്ലാവരും ചെയ്ത് വിജയിച്ച ഒരു ജീവിതചര്യയാണ് ഉടമ്പടി മുന്നോട്ട് വെക്കുന്നത്. അത് സ്വാഭാവികമായി അതിലേക്ക് കൂടുതലല്ലാതെ എൻ്റെ മക്കൾ ഒരിക്കലും കുറച്ച് ചെയ്യരുത്. കാര്യം എന്ന് വെച്ചാൽ കുറച്ച് ചെയ്യാനുള്ള ടെൻഡൻസി എല്ലാവർക്കും ഉണ്ട്. ഇപ്പം നമുക്കിങ്ങനെ എൽ ഷേപ്പിൽ ഒരു റോഡ് കിടക്കണമെങ്കിൽ ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇപ്പോൾ ഒരു കുരിശ് പോലെ റോഡ് കിടക്കുകയാണ്. അപ്പോൾ കിഴക്കുന്ന വരുന്നൊരു മനുഷ്യൻ ഈ കുരിശിൽ പോയിട്ട് പിന്നെ തെക്കോട്ട് പോണ വരം അവർ ഷോർട്ട് കട്ട് എടുക്കും. അപ്പോൾ ഇത്തിരി വഴി നേരത്തെ ഇത്തിരി വഴി ലാഭിക്കും. ഒരു 10 മീറ്റർ, ഒരു 5 മീറ്റർ ലാഭിക്കാൻ വേണ്ടി റോഡ് മാറ്റിയിട്ട് നമ്മൾ പുലിൻ്റെ പുറത്തുകൂടി പോകും. അപ്പോൾ മനുഷ്യൻ്റെ സ്വഭാവം അതാണ്. ഇപ്പോൾ എന്ത് കുറച്ച് ചെയ്യാൻ പറ്റും അതാണ് മനുഷ്യൻ നോക്കണം. ഉടമ്പടി നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാര്യം അത് ദൈവത്തിൻ്റെ ഒരു മനസ്സല്ല. ഇവിടുന്ന് കൽപ്പിച്ചത് എല്ലാം ചെയ്തതിന് ശേഷം, അതായത് നിങ്ങളത് നിങ്ങളുടെ രീതിയിലായിട്ട് കുറക്കരുത്. ആദ്യം ഒരു മനുഷ്യൻ വെട്ടിൽ വീണത് അവിടെയാണ്. ഞങ്ങൾ തരുന്ന ഇപ്പം ഞങ്ങൾ നിങ്ങളുടെ അരമണിക്കൂർ വചനം വായിക്കാൻ പറഞ്ഞാൽ എൻ്റെ മക്കൾ 31 മിനിറ്റെങ്കിലും വായിച്ചിരിക്കണം. 29 ആക്കരുത്. അത് 29 ആക്കരുത്. 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 30 മിനിറ്റ്. ചൊവ്വാഴ്ച ധ്യാനം ഒറ്റ സ്ട്രെച്ചിന് കൂടാൻ എല്ലാവർക്കും പറ്റത്തില്ല. കാര്യം അത് പകൽ സമയത്താണ് ധ്യാനം. അപ്പോൾ നമ്മൾ പണിപ്പാട്ടിലും ജോലി സ്ഥലത്തൊക്കെ ഇരിക്കും. അതുകൊണ്ട് സമയം കിട്ടുന്നതനുസരിച്ച് ആ ആഴ്ചക്കുള്ളിൽ ആ ധ്യാനം 10 മിനിറ്റ് കൂടാനാണ് പറഞ്ഞിരിക്കുന്നത്. ആവശ്യമില്ലാത്ത ഭാരം ആർക്കും വെച്ചിട്ടില്ല. ഒരു ആഴ്ചക്കുള്ളിൽ ആ ധ്യാനം മുഴുവനും. അപ്പോൾ ഇന്ന് വരെ അടുപ്പിച്ച് 3-4 ധ്യാനം കൂടാത്ത ആൾക്കാരുണ്ട്. 3-4 ധ്യാനം അടുപ്പിച്ച് കൂടാത്ത ആൾക്കാരുണ്ട്. കാര്യം അത് കൃപ പോയിട്ടാണ്. അവർ കൂടാഞ്ഞിട്ടല്ല, കൂടാനുള്ള കൃപ പോയി. കാര്യം അവർക്ക് പ്രാധാന്യം എന്ന് പറയണത് ഉടമ്പടിയേക്കാൾ പ്രാധാന്യം അവരുടെ വസ്തു വിറ്റ് മാറ്റുക എന്നുള്ളതിനാണ് പ്രാധാന്യം അവർ കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് ചെറിയൊരു ആദ്യമേ തന്നെ വഴി പിഴക്കാനുള്ള സാധ്യതയുണ്ട്. എന്താ കാര്യത്തിൽ ചിലർക്ക് അവർക്ക് പരിശുദ്ധാത്മാവ് അത്ര കണ്ട് പ്രവർത്തിക്കാത്ത കാരണം പിന്നെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാതിരുന്നാൽ പിന്നെ പ്രവർത്തിക്കണത് ലോകാത്മാവ് ശരിക്കും പ്രവർത്തിക്കും. പിന്നെ അത് ലോകാത്മാവ് പ്രവർത്തിച്ച് കുറേ നാളങ്ങനെ ആ വഴി പോയി കഴിഞ്ഞാൽ പിന്നെ അത് ദുരാത്മാവായിട്ട് മാറുകയും പിന്നെ അത് ദുഷ്ടാത്മാവായിട്ട് മാറുകയും ചെയ്യും. ദുരാത്മാവും ദുഷ്ടാത്മാവും തമ്മിൽ കുറേ വ്യത്യാസമുണ്ട്. പരിശുദ്ധാത്മാവ്, പിന്നെ ലോകാരൂപി, പിന്നെ ദുരാത്മാവ്, പിന്നെ ദുഷ്ടാത്മാവ്. അപ്പോൾ പലർക്കും ഈ ദുരാത്മാവ് വന്ന് അറിയാൻ പറ്റത്തില്ല. ദുരാത്മാവെന്ന് പറഞ്ഞാൽ ആസക്തിയുടെ ആത്മാവാണ്. ആസക്തിയുടെ ആത്മാവ്, ചില വിഷയത്തോട് വലിയ ആസക്തി. ഇപ്പം നിങ്ങൾ റീൽസ് കാണുന്നത് അത് കണ്ടുകൊണ്ടേയിരിക്കും. പ്രാർത്ഥിക്കാൻ പോലും അത് ദുരാത്മാവാണ് ശരിക്കും. നമുക്ക് നിസ്സാരമായിട്ട് കോമഡിയെ കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കും. വാർത്ത കേൾക്കണതാണ്. മലന്ന് കിടന്നുകൊണ്ട് ഇങ്ങനെ വാർത്ത കേൾക്കും. വീട്ടിൽ സതീശനെന്ത് പറഞ്ഞ്, അതിന് പകരം പിണറായി തിരിച്ചെന്ത് പറഞ്ഞ്. സാധനം കുറച്ച് കഴിയുമ്പോൾ അത് ദുരാത്മാവായിട്ട് വർക്കൗട്ട് ചെയ്യും. യു ആർ നോട്ട് മെൻറ്റ് ഫോർ ഡു ഇറ്റ്. അതിനൊക്കെ എല്ലാത്തിനും ഒരു റെക്രിയേഷൻ ടൈമുണ്ട്. റെക്രിയേഷൻ. നീ രാഷ്ട്രീയക്കാരനാണെങ്കിൽ നിൻ്റെ തൊഴിലാണത്. അപ്പോൾ നിനക്ക് വ്യത്യാസമുണ്ടാകും. സാധാരണ മനുഷ്യന് ഇത് തന്നെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ദുരാത്മാവായിട്ട് മാറും. രാഷ്ട്രീയക്കാർക്ക് അത് വേണം. രാഷ്ട്രീയമായ ഒബ്സർവേഷൻസ് വേണം. എന്താ മൂവ്മെൻറ്റ്സാണ് നടക്കണമെന്ന് അറിയാൻ വേണ്ടി. അത് അവരുടെ തൊഴിലാണ്, ദൗത്യമാണ്. തൊഴിലല്ല, ദൗത്യം. അത് അവരുടെ ദൗത്യവുമായി ബന്ധപ്പെട്ടതാണ്. നിൻ്റെ തൊഴിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് അല്ല ഞാൻ പറയണത്. മറിച്ച് നിൻ്റെ തൊഴിൽ അതല്ല. പക്ഷേ നിൻ്റെ ഒരു റെക്രിയേഷന് വേണ്ടി ആണ് നീ ഇത് ചെയ്യുന്നതെങ്കിൽ, ഒരു റിലീഫിന് വേണ്ടി ചെയ്യണമെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ ദുരാത്മാവായിട്ട് വർക്കൗട്ട് ചെയ്യും. ആ ദുരാത്മാവിൽ നിന്ന് എന്തെങ്കിലും ഒരു സന്ദേശം നീ സ്വീകരിച്ച് ആക്ടിവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആത്മീയത നശിക്കുകയാണെങ്കിൽ അത് ദുഷ്ടാത്മാവായിട്ട് മാറും.
ദുരാത്മാവ് തന്നെ വള്ളം ശ്രദ്ധിച്ചില്ലെങ്കിൽ. അതുകൊണ്ടാണ് ഉടമ്പടിയിൽ കത്തോലിക്കർക്ക് പ്രത്യേകിച്ച് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കണമെന്ന് പറയും. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരി. ഇപ്പോൾ എന്തെങ്കിലും എത്ര വിശുദ്ധനായാലും 2 ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുമ്പസാരിക്കുമ്പോൾ നിങ്ങളുടെ കുഴിയാഴ്ചക്ക് ആൾക്കാരുടെ 41 പോയി കുമ്പസാരിക്കണതല്ല. ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ ആ ഉടമ്പടി പാപങ്ങളുണ്ട്, അതാണ് കുമ്പസാരത്തിൽ വരേണ്ടത്. ഉടമ്പടിയുടെ പാപങ്ങളുണ്ട്. കാര്യം ദൈവം നമ്മൾ ബയലാട്രൽ എഗ്രിമെൻറ്റാണ്. ഉഭയകക്ഷിയായിട്ടുള്ള ദൈവം ഒരു കക്ഷിയാണ്, ഇതിൻ്റെ അകത്ത് നമ്മളൊരു കക്ഷിയാണ്. ഒരിക്കലും ഈ കാട്ടൊലിവിൻ്റെ കൂടെ ഒലിവിനെ കൂട്ടിച്ചേർക്കാൻ പറ്റത്തില്ല. കർത്താവിൻ്റെ കരുണയിൽ ദൈവത്തിന് നൽകിയിട്ടുള്ള വാഗ്ദാനത്തിൻ്റെ ഭാഗമായിട്ട് വന്ന കൂട്ടിച്ചേർക്കലുകളാണിത്. ഇതിന് മധ്യസ്ഥം നിൽക്കുന്നത് മറിയമാണ്. കാര്യം മറിയത്തെ മധ്യസ്ഥമാക്കുന്നത് എബ്രാഹത്തിൻ്റെയും മോസസിൻ്റെയും ഉടമ്പടിയിലൊക്കെ മധ്യസ്ഥന്മാരില്ലായിരുന്നു. അവിടെ മധ്യസ്ഥന്മാരില്ലാഞ്ഞത് കാരണം അവർക്ക് കറക്റ്റ് ഉപദേശങ്ങൾ കൊടുക്കാനോ നിർദ്ദേശങ്ങൾ കൊടുക്കാനോ ആരുമില്ല. മധ്യസ്ഥനോ അതിനുവേണ്ടി ദൈവത്തിന് മുമ്പിൽ ഗ്യാരണ്ടി ചെയ്യാൻ ആരുമില്ല. ജാമ്യക്കാരില്ലായിരുന്നു. നമുക്കറിയാം, ബൈബിളിൽ നോക്കുമ്പോൾ എബ്രാഹത്തിൻ്റെ ഉടമ്പടിക്ക് ജാമ്യക്കാരനില്ല, മോസസിനോട് ചെയ്ത ഉടമ്പടിക്കും ജാമ്യക്കാരില്ല. പക്ഷേ നിങ്ങൾ കൃപാസനത്തിൽ ചെയ്യുന്ന ഉടമ്പടിക്ക് ജാമ്യക്കാരിയുണ്ട്. ആരാണത്? അമ്മയാണ് ജാമ്യം. അപ്പം നിങ്ങളൊക്കെ എന്തെങ്കിലും ഒരു അടവ് തെറ്റിപ്പോയാലും ജാമ്യക്കാരൻ അതിന് സമാധാനം പറയുന്നത് കൊണ്ടാണ് മരിയൻ ഉടമ്പടി എന്ന് തന്നെ വിളിക്കണത്. അപ്പം നമ്മൾ ഓർക്കണത്, കാര്യം ഈശോൻ്റെ അടുത്ത് അമ്മയ്ക്കുള്ളിടത്തോളം സ്വാധീനം ഇനി ആർക്കും ഉണ്ടാകാൻ പറ്റത്തില്ല. കാര്യം ഈശോൻ്റെ അടുത്ത് അമ്മയ്ക്കൊരു സ്വാധീനം ഉണ്ടാകണമെങ്കിൽ ഒന്ന് ഈശോയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത നിക്ഷേപിച്ച മാറ്റിവെച്ച ഒരു ജീവിതമാണ്. ഈശോയ്ക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ച ജീവിതമാണ്. ഈശോയ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം മറിയത്തിൻ്റെ ജീവിതമെന്ന് തീരുമാനിച്ച് മാറ്റിവെച്ചതും ദൈവമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വീട്ടിൽ കിടന്ന് പ്രസവിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം അതാണ്. ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലമെന്ന് എപ്പോഴും ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഞാൻ ചൂണ്ടിക്കാണിക്കണം. നമുക്ക് സ്വന്തമായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല. ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ഇടമെന്നും പറഞ്ഞൊരു സംഭവമുണ്ട് ഉടമ്പടിയുടെ. അത് എബ്രാഹത്തിനോട് ഉടമ്പടി വാഗ്ദാനം പറയുമ്പോൾ വാഗ്ദാനം ദൈവത്തിൻ്റെതായിട്ടാണ് വരണത്. എബ്രാഹാം ആവശ്യപ്പെടുന്നതല്ല ചെയ്യണത്. അപ്പോൾ വാഗ്ദാനം പ്രാപിക്കുമ്പോൾ വാഗ്ദാനത്തിന് ദൈവത്തിൻ്റെ ഒരു ഓപ്ഷനുണ്ട്. ദൈവമാണിത് ഓപ്റ്റ് ചെയ്യണത്. അതുകൊണ്ട് ദൈവം എബ്രാഹത്തിനോട് പറയും, നീ നിന്റെ വീട്ടിൽ ഈ വിഗ്രഹാരാധനകളുടെയും തോന്നിവാസികളുടെയും ആൾക്കാരുടെ കൂടെ ജീവിച്ചാൽ എൻ്റെ വാഗ്ദാനങ്ങളൊന്നും നിനക്ക് പ്രാപിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നീ ഈ നഗരം വിട്ടു പോരണം, അല്ല ഈ ഹാരാൻ നീ വിട്ടു പോരണം, ഞാൻ ചൂണ്ടിക്കാണുന്ന സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറയും. ഒരു ഷിഫ്റ്റിംഗ് എപ്പോഴും ഉടമ്പടി ആവശ്യമായി വരും. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലം. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ.